മുസ്ലിം ലീഗിൽ ചേരുമെന്ന വാർത്തകൾക്കിടെ പ്രചരണങ്ങൾക്കിടെ INL സംസ്ഥാന പ്രസിഡന്റ് അഹമ്മദ് ദേവർകോവിൽ കേരള വിഷൻ ന്യൂസിനൊപ്പം ചേരുകയാണ്. എന്താണ് ഇങ്ങനെ ഒരു പ്രചരണമൊക്കെ കേൾക്കുന്നുണ്ട്, എന്താണ്? സാധാരണഗതിയിൽ ഈ കള്ളപ്രചരണങ്ങൾക്ക് വലിയ മാർക്കറ്റ് ലഭിക്കുന്നൊരു കാലമാണല്ലോ ഇപ്പോൾ. പ്രത്യേകിച്ച് വാർത്തകളും കാര്യമായി കൊടുക്കാനൊന്നും ഇല്ലല്ലോ. അപ്പോൾ ആ നിലക്ക് പുതിയ വാർത്തകൾ ഇങ്ങനെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. തികച്ചും അടിസ്ഥാനരഹിതമായ വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് അങ്ങൊരു സമസ്ത നേതാവിൻ്റെ ഒരു ഖബറിടം സന്ദർശിക്കുന്നു, അതിനുശേഷം ഈ സമസ്ത ലീഗ് തർക്കത്തെക്കുറിച്ച് താങ്കൾ പ്രതികരിക്കുന്നു. താങ്കൾ അത്തരം തർക്കങ്ങൾ ഒഴിവാക്കപ്പെടണം എന്നുള്ളതാണ്, പക്ഷെ അതാണ് ഇങ്ങനെ വ്യാഖ്യാനിക്കപ്പെട്ടത്. തീർച്ചയായും നമുക്കറിയാം, സമസ്തയുടെ മുൻ പ്രസിഡന്റ് AP മുഹമ്മദ് മുസ്ലിയാരുടെ ഖബർ സന്ദർശിക്കാൻ ഞാൻ പോയിരുന്നു. അതിനടുത്തൊരു പൊതുപരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി പോയപ്പോഴാണ് ആ പ്രദേശത്തുള്ള ഒരു പ്രധാനപ്പെട്ട വ്യക്തിത്വത്തിൻ്റെ മഖബറ എന്ന നിലക്ക് അവിടെ സന്ദർശിക്കാൻ പോയത്. അവിടെ നിന്ന് സ്വാഭാവികമായും ഈ സുന്നി മുസ്ലിം ലീഗ് ബന്ധപ്പെട്ട വിഷയങ്ങളെക്കുറിച്ച് ചില ചാനൽ പ്രതിനിധികൾ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, സമസ്ത ഒരു മതസംഘടനയാണ്, മുസ്ലിം ലീഗ് ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. ദീർഘകാലം അവർ തമ്മിൽ നല്ല ബന്ധത്തിലായിരുന്നു. അപ്പോൾ അതിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഛിദ്രശക്തികളായാലും അതിനെ തിരിച്ചറിയണം. അപ്പോൾ അതിൻ്റെ ഛിദ്രശക്തികൾ എന്ന പ്രയോഗത്തെ തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ട് അവരവരുടെ താല്പര്യത്തിനനുസരിച്ച് വാർത്തകൾ സൃഷ്ടിക്കാനാണ് ചില ആളുകൾ ശ്രമിച്ചത്. നമുക്ക് തന്നെ വ്യക്തമായി അറിയാം, മുസ്ലിം ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് PMA സലാം സാഹിബ് വന്നതിന് ശേഷമാണ് സമസ്തയുമായുള്ള ബന്ധത്തിന് വലിയ ഉയർച്ചയിൽ തട്ടിയിട്ടുള്ളത്. അപ്പോൾ ആ സാഹചര്യം ഇല്ലാതാക്കാൻ ലീഗും സമസ്തയും ശ്രമിക്കണം. കാരണം ഒരു സംഘടനകളും തമ്മിലടിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു നല്ല പ്രവണതയല്ല എന്ന രീതിയിലാണ് സംസാരിച്ചത്. സമസ്ത എന്ന് പറയുമ്പോൾ വ്യത്യസ്ത രാഷ്ട്രീയ കക്ഷിയിൽപ്പെട്ടവരും രാഷ്ട്രീയമില്ലാത്തവരും പണ്ഡിതന്മാരും ഒക്കെ ചേരുന്നൊരു സഭയാണ്. അപ്പോൾ അതിനെ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ ഛിന്നഭിന്നമാക്കാൻ ഒരിക്കലും അനുവദിച്ചുകൂടാ. ആ ഒരു നിലപാട് തന്നെയാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. ഈ അഹമ്മദ് ദേവർകോവിൽ മുസ്ലിം ലീഗ് നേതൃത്വവുമായി രഹസ്യ ചർച്ച നടത്തി അതിന് തെളിവുകളുണ്ടെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. തെളിവുകളുള്ള വല്ല ആളുകളുണ്ടെങ്കിൽ ആ തെളിവുകളാണല്ലോ ആദ്യം പുറത്തു കൊണ്ടുവരേണ്ടത്. കാരണം ഇപ്പോൾ നമുക്കറിയാം, സോഷ്യൽ മീഡിയക്ക് വലിയ പ്രാധാന്യമുള്ള കാലഘട്ടമാണ്. എന്ത് രഹസ്യങ്ങളും പുറത്തു കൊണ്ടുവരാൻ പറ്റാവുന്ന തരത്തിൽ ഉള്ള സംവിധാനങ്ങൾ ഇന്ന് ലഭ്യമാണ്. ആരുടെയും കയ്യിൽ ഏതെങ്കിലും തെളിവുകളുണ്ടെങ്കിൽ അന്തസ്സും തറവാടിത്വമുള്ളവർ ആണ് പറയുന്നതെങ്കിൽ അവർ അത് പുറത്തുവിടാൻ തയ്യാറാകണം. ഇത്തരമൊരു പ്രചരണത്തിന് പിന്നിൽ താങ്കളുടെ പാർട്ടിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആരെങ്കിലും ഉണ്ടെന്നുള്ള സംശയിക്കുന്നു? വളരെ വ്യക്തമാണ്. ഞാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോഴും അതോടൊപ്പം ഞാൻ മന്ത്രിയായപ്പോഴുമൊക്കെ എന്നെ തകർക്കാൻ, എൻ്റെ ഇമേജിനെ തകർക്കാൻ എൻ്റെ പാർട്ടിയിൽ നിന്ന് പുറത്തുപോയ ആളുകൾ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോൾ ശത്രുവിൻ്റെ ശത്രു മിത്രം എന്ന് പറഞ്ഞതുപോലെ അവരും മുസ്ലിം ലീഗും ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു രഹസ്യ ബാന്ധവത്തിൻ്റെ പരിണിത ഫലമാണ് ഈ വാർത്തകൾ എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇടതുപക്ഷ രാഷ്ട്രീയം എക്കാലവും ഉയർത്തിപ്പിടിച്ചിട്ടുള്ള ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ. വളരെ ചെറിയ പ്രായം മുതൽ തന്നെ ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് നിൽക്കുകയും അടിയന്തരാവസ്ഥ കാലത്ത് അന്നത്തെ കേന്ദ്ര ഭരണത്തിനെതിരായ നിലപാട് സ്വീകരിച്ചതിൻ്റെ പേരിൽ ശിക്ഷാ നടപടിക്ക് വിധേയമാവുകയൊക്കെ ചെയ്ത ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് വിരുദ്ധമായ ഒരു ചിന്താഗതിക്കും ഒരു കാലഘട്ടത്തിലും എന്നിൽ നിന്നുണ്ടാവുകയില്ല എന്നത് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. അതോടൊപ്പം തമ്മിലടിച്ച് തകരാൻ പോകുന്ന മുസ്ലിം ലീഗുമായി ഞാൻ ചർച്ച ചെയ്തു എന്ന് പറയുന്നത് തന്നെ പമ്പര വിഡ്ഢിത്തമാണ്. അത്തരമൊരു ഗതികേടൊന്നും എനിക്കുണ്ടായിട്ടില്ല. എന്തായാലും ഔദ്യോഗികമായല്ലാതെ താങ്കൾക്ക് ഈ രാഷ്ട്രീയത്തിന് അതീതമായ കുറേ വ്യക്തിബന്ധങ്ങളുണ്ട്. അവരുമായിട്ട് എന്തെങ്കിലും ഈ അടുത്ത കാലത്തെ ചർച്ചയോ മറ്റോ നടത്തിയിരുന്നു? അവർ കൂടിക്കാഴ്ചയോ നടത്തിയിരുന്നു? സാധാരണഗതിയിൽ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലക്ക് പൊതുപരിപാടികളിൽ പങ്കെടുക്കുമ്പോൾ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആളുകൾ അവിടെ ഉണ്ടാകും. അവരുമായി കുശലം നടത്താറുണ്ട്. കല്യാണ വീടുകളിൽ പോകുമ്പോൾ പലരെയും കാണാറുണ്ട്, അവരുമായി കുശലം നടത്താറുണ്ട്. രാഷ്ട്രീയത്തിൻ്റെ പേരിൽ വ്യക്തിപരമായിട്ടുള്ള ഒരു വിരോധവും ആരുമായും വെച്ചു പുലർത്തുന്നൊരു സ്വഭാവക്കാരനല്ല ഞാൻ. ഏത് ശത്രുവിനെ കണ്ടാലും ചിരിക്കാൻ എനിക്ക് കഴിയും എന്നതിൻ്റെ പ്രത്യേകതയാണ്. അങ്ങനെ ആരോടും ചിരിച്ചിട്ടുണ്ടാകാം, ആരോടും ചിലപ്പം കൈ ഷെയ്ക്കാൻ ചെയ്തിട്ടുണ്ടാകും എന്നല്ലാതെ ഒരുതരം രാഷ്ട്രീയ ചർച്ചയും ആരുമായി നടത്തിയിട്ടില്ല. കാരണം ഞാനൊരു ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയക്കാരനാണ്, ഉത്തരവാദപ്പെട്ട പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് എല്ലാം നന്നായിട്ട് അറിയാം. അപ്പോൾ ഇത് എന്നെ കരുതേച്ച് കാണിക്കാനുള്ള ഒരു ഗൂഢപദ്ധതിയുടെ ഭാഗം മാത്രമാണ്. എന്തായാലും മുസ്ലിം ലീഗിലേക്ക് ഇല്ല എന്ന് തന്നെയാണ് താങ്കൾ പറയുന്നത്? ഞാൻ INL സംസ്ഥാന പ്രസിഡന്റാണ്, ഈ പാർട്ടിയുടെ സ്ഥാപക നേതാക്കളിൽ ഒരാളാണ്. ഞാനെന്തിന് വേറെ പാർട്ടി പോകണം? എൻ്റെ പാർട്ടിയെ ശക്തിപ്പെടുത്താനും വേണമെങ്കിൽ മുസ്ലിം ലീഗുകാർക്ക് ഇങ്ങോട്ട് വരാനുള്ള വാതിൽ ഞങ്ങൾ തുറന്നു വെച്ചിട്ടുണ്ട്. അതിൽ സംശുദ്ധ രാഷ്ട്രീയത്തിൻ്റെ വ്യക്തിത്വങ്ങൾ മാത്രമേ ഞങ്ങൾ സ്വീകരിക്കുകയുള്ളൂ. അത് മറ്റൊരു പ്രശ്നമാണ്. അങ്ങനെയുള്ളവർക്ക് ഈ പാർട്ടിയിലേക്ക് കടന്നു വരാം. ഞങ്ങൾക്ക് എവിടെയും പോകേണ്ട കാര്യമില്ല.
എന്തായാലും തെറ്റായ പ്രചരണമാണ് നടക്കുന്നത്. അതിന് പിന്നിൽ INL നിന്നും പുറത്താക്കിയ വിമതരാണ് എന്നുള്ളതാണ് അഹമ്മദ് ദേവർകോവിൽ പറയുന്നത്. മാത്രമല്ല താൻ മുസ്ലിം ലീഗിലേക്കില്ല, കാരണം താൻ INL സംസ്ഥാന പ്രസിഡന്റാണ്. വേണമെങ്കിൽ മുസ്ലിം ലീഗുകാർക്ക് INL വരാം. PMA സലാമിനെ പോലുള്ളവർ ഈ മുസ്ലിം ലീഗിനകത്തേക്ക് പോയതോടുകൂടി ഈ മുസ്ലിം ലീഗും സമസ്തയും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളലുണ്ടായി എന്ന രൂക്ഷമായ വിമർശനം കൂടി അഹമ്മദ് ദേവർകോവിലിന്റെ ഭാഗത്തു നിന്നും കേരള വിഷൻ ന്യൂസിനോട് അദ്ദേഹം നൽകിയ അഭിമുഖത്തിൽ ഉന്നയിക്കുകയാണ്. ക്യാമറ പേഴ്സൺ രാഹുൽ മക്കടയ്ക്കൊപ്പം റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.